ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് പഠിക്കാനുള്ളത് ആംബിയർ സർക്യൂട്ടൽ ലോ ആൻഡ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ രണ്ട് ഭാഗം കുഞ്ഞു ടോപ്പിക്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ആംബിയർ സർക്യൂട്ടൽ ലോ, സെക്കൻഡ് നമുക്ക് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് പറയാം. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഡെഫിനിഷൻ ആൻഡ് ഇക്വേഷൻസ് മാത്രമേ നമ്മുടെ സിലബസിൽ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. ദെൻ ബാക്കി ഇതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്, ഫ്ലക്സ് ഡെൻസിറ്റി ഫൈൻഡ് ചെയ്യുക, ഡിഫറെൻറ്റ് കേസസിൽ ലൈൻ ഇൻ്റഗ്രൽ ആണെങ്കിൽ, കോയിലാണെങ്കിൽ, ഇങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ പ്ലസ് ടുവിൽ കുറേയൊക്കെ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്. നമുക്കിവിടെ അതൊന്നും ആപ്ലിക്കേഷൻസ് ഒന്നും വരുന്നില്ല, ഓൺലി ഡെഫിനിഷൻ ആൻഡ് ഇക്വേഷൻ. So first we define what is the definition of Ampere circuital law. That is defined as the line integral of magnetic flux density B for a closed path is equal to mu 0 times the net current enclosed by the path. അതായത് ഇവിടെ ഈ ക്ലോസ്ഡ് പാത്ത് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് വേർഡാണ്. ഒരു ക്ലോസ്ഡ് പാത്തിലൂടെ ഉള്ള ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് mu 0 ടൈംസ് കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ പാത്ത്. ആ ഒരു ടോട്ടൽ സർക്യൂട്ട് അല്ലെങ്കിൽ ക്ലോസ്ഡ് പാത്ത് എൻക്ലോസ് ചെയ്യുന്ന ടോട്ടൽ കറണ്ട് ഇൻറ്റു mu 0 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് പറയുന്നത്. രണ്ട് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് മാത്തമാറ്റിക്കലി ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു mu 0 ഇൻറ്റു ഐ എൻക്ലോസ്ഡ്. ചില ടെക്സ്റ്റുകൾ ഇവിടെ ഐ എൻക്ലോസ്ഡ് എഴുതാറുണ്ട്, ചിലപ്പോൾ ഐ എന്ന് മാത്രമേ എഴുതുള്ളൂ. ആ ഐയുടെ മീനിങ് ആ ഒരു ക്ലോസ്ഡ് പാത്ത് എൻക്ലോസ് ചെയ്യുന്ന കറണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഈ നൊട്ടേഷൻ ഒന്ന് പരിചയപ്പെടുത്താം. ദാറ്റ് ഈസ് ഇവിടെ നോക്കിക്കേ, ക്ലോസ്ഡ് എന്ന മീനിങ് ആണ്. ഇവിടെ ഒരു ഇൻ്റഗ്രലിൻ്റെ അവിടെ ഒരു സർക്കിൾ കൊടുത്തത്, ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ. ലൈൻ ഇൻ്റഗ്രൽ എന്നുള്ള ഇവിടെ സഫിക്സ് ആയിട്ട് എൽ കൊടുത്തിട്ടുണ്ട്, എൽ കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. ദാറ്റ് മീൻസ് ലൈൻ ഇൻ്റഗ്രൽ. ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് ലൈൻ ഇൻ്റഗ്രലിൻ്റെ ഇതാണ് ഡോട്ട് ഡി എൽ. ഇത് സർഫസ് ഇൻ്റഗ്രൽ ആയിരുന്നുവെങ്കിൽ ഡോട്ട് ഡി എസ് ആവുമായിരുന്നു. വോളിയം ഇൻ്റഗ്രൽ ആവുന്ന സമയത്ത് ഡോട്ട് ഡി വി ആ വരിക. ഈ കേസിൽ നമുക്കുള്ളത് ഇവിടെ എന്താണ്? ഈ കേസിൽ നമുക്കുള്ളത് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്നാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റൻസ് ആണ് ഫസ്റ്റ് നമ്മൾ എഴുതിയത്. ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബി ഫോർ എ ക്ലോസ്ഡ് പാത്ത്. അത്രയും ഭാഗം ഇവിടെ ലെഫ്റ്റ് സൈഡായി. ഈക്വൽ ടു നിങ്ങൾ ഡെഫിനിഷൻ എഴുതുമ്പോൾ ഈ സിമ്പിൾ യൂസ് ചെയ്യരുത്. ഈസ് ഈക്വൽ ടു സെൻറ്റൻസ് ആയിട്ട് എഴുതണം. ഈസ് ഈക്വൽ ടു mu 0 ഇൻറ്റു ഐ എൻക്ലോസ്ഡ്. ഐ എൻക്ലോസ്ഡ് എന്നാൽ ക്ലോസ്ഡ് പാത്ത് എൻക്ലോസ് ചെയ്യുന്ന ടോട്ടൽ കറണ്ട്. ഓക്കെ, ഈ mu 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ദാറ്റ് ഈസ് 4π × 10⁻⁷ എന്നുള്ള വാല്യൂ നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചതാണ്. ദെൻ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ കൺസിഡർ ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് എ കറണ്ട് ക്യാരിങ് സ്ട്രേറ്റ് കണ്ടക്ടർ ദാറ്റ് ക്യാരീസ് കറണ്ട് ഐ. ഇനി ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനായി നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടാവും. ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് പി. ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ ജനറേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? അതായത് കുറച്ച് ഡിസ്റ്റൻസ് അകലെയാണത്. ക്യാരിങ് ഈ കണ്ടക്ടറിൽ നിന്നും ഒരു ആർ, സപ്പോസ് ദിസ് ഇസ് ദ റേഡിയസ് ആർ, ഒരു ആർ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് പി എന്ന് പറഞ്ഞ പോയിന്റിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്താണെന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഇക്വേഷനാണ്. ആ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് കൺസിഡർ ചെയ്യും. ഒരു ക്ലോസ്ഡ് പാത്ത് ഡോട്ടഡ് ആയിട്ട് കണ്ടില്ലേ? ഒരു ക്ലോസ്ഡ് പാത്ത് ഈ കണ്ടക്ടറിന്റെ ചുറ്റിലുമായിട്ട് കൺസിഡർ ചെയ്യും. അവിടത്തോട്ട് കണ്ടക്ടർ എന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ ആർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. എന്നിട്ട് ആ ക്ലോസ്ഡ് സർക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ആംബിയർ സർക്യൂട്ടിലോ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കുക ബി ഡോട്ട് ഡി എൽ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ അകത്ത് ബി ഡോട്ട് ഡി എൽ എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കും. അത് കഴിഞ്ഞിട്ട് mu 0 ഇൻറ്റു കറണ്ട് എൻക്ലോസ്ഡ്. ഈ ഒരു ലൂപ്പ് എൻക്ലോസ് ചെയ്യുന്ന ടോട്ടൽ കറണ്ട് അതെന്ന് പറയുന്നത് ഈ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ്. അപ്പോൾ ആയി നമുക്ക് അറിയാം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ബി കണ്ടുപിടിക്കാം. അതാണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. സോ നമുക്കിവിടെ വേണ്ടത് ഇക്വേഷനാണ്. ഡെഫിനിഷൻ ഇക്വേഷനായി. ദാറ്റ് ഈസ് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു mu 0 ഐ എൻക്ലോസ്ഡ്, mu 0 ടൈംസ് ഐ എൻക്ലോസ്ഡ്. നെക്സ്റ്റ് ഇതിൻ്റെ ഇൻ്റഗ്രൽ ഫോം ഓഫ് ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ്റെ ഇൻ്റഗ്രൽ ഫോം എന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ ഫോമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നമുക്കറിയാവുന്ന ഒരു ഡെഫിനിഷനാണ് കറണ്ട് ഡെൻസിറ്റി. ജെ എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ഡെൻസിറ്റിയാണ്. കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്താ? കറണ്ട് പെർ യൂണിറ്റ് ഏരിയ. കറണ്ട് ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറഞ്ഞതാണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞത്. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സ്മോൾ ഏരിയ ആണെങ്കിൽ, ഒരു കുഞ്ഞു ഏരിയയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സപ്പോസ് ദിസ് ഹാവിൻ ദി ഏരിയ ഈസ് ഡി എസ്. ഇതിൻ്റെ ഏരിയ ഡി എസ് ആണെങ്കിൽ അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഡി ഐ ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? ജെ ഈസ് ഈക്വൽ ടു ഡി ഐ ഡിവൈഡ് ബൈ ഡി എസ് എന്ന് കൊടുക്കാം. എ സ്മോൾ ഏരിയ പാസിംഗ് ത്രൂ എ small current di passes through a small area ds. Therefore di divided by ds. Same definition തന്നെ. Now from this equation di is equal to what? Di is equal to j into ds. J എന്ന് പറയുന്നത് എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്.
സോ കറണ്ട് ഡെൻസിറ്റി സോ ജെ ഡോട്ട് ഡി എസ് എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. വെക്ടർ ആയതുകൊണ്ട് തന്നെ ഇൻഡു എന്ന് പറഞ്ഞാൽ സിംപിളി ഇൻഡു അല്ല ഡോട്ട് പ്രോഡക്റ്റ് ആണ്. സോ ഡി ഐ ഈസ് ഈക്വൽ ടു ജെ ഡോട്ട് ഡി എസ്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ ഡി ഐ എന്ന് പറയുന്നത് സ്മോൾ ഏരിയയിലുള്ള കറണ്ടാണ്. നമുക്ക് ടോട്ടൽ ആ ഒരു സർഫസ് മൊത്തം പാസ് ചെയ്യുന്ന കറണ്ട് കിട്ടണമെങ്കിൽ അതിന് എന്ത് ചെയ്താൽ മതി, ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ഐ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ജെ ഡോട്ട് ഡി എസ്. ശ്രദ്ധിക്കുക, അവിടെ ഡോട്ട് ഡി എസ് അല്ലേ, അപ്പോൾ ഏത് ഇന്റഗ്രലാണ് എടുക്കേണ്ടത്, സർഫസ് ഇന്റഗ്രലാണ് എടുക്കേണ്ടത്. അപ്പോൾ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ലൈൻ ഇന്റഗ്രൽ എടുക്കുക. ഒരു സർഫസിന് അക്രോസ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ടോട്ടൽ സർഫസ് ഡോട്ട് ഡി എസ് വരും. ഒരു വോളിയം ഇന്റഗ്രേറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഡോട്ട് ഡി വി ആ വരും. സോ ഇവിടെ നമ്മൾ എടുക്കുന്ന സർഫസ് ഇന്റഗ്രൽ. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്, ഇന്റഗ്രൽ കഴിഞ്ഞിട്ട് ഒരു എസ് ഇട്ട് കൊടുത്തത്, സർഫസ് ഇന്റഗ്രൽ മീനിങ്. അപ്പോൾ അവിടെ എന്ത് വേണം, ഡോട്ട് ഡി എസ്. ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ ഡോട്ട് ഡി എസ്. ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഏത് ഇന്റഗ്രലാണ്, സർഫസ് ഇന്റഗ്രലാണ്. അപ്പോൾ ഇതെന്താ നമുക്ക് കിട്ടിയത്, ഈ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ടോട്ടൽ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ടോട്ടൽ കറണ്ടാണ് ഇപ്പം കിട്ടിയത്. ഇനി എന്ത് ചെയ്യുക, ഈ ഒരു വാല്യൂ നമ്മുടെ ഈക്വേഷനിലേക്ക് കൊണ്ടു കൊടുത്താൽ മതി. ഐ എൻക്ലോസ്ഡ് എന്നുള്ളിടത്ത് എന്ത് കൊടുക്കുക, സർഫസ് ഇന്റഗ്രൽ ഓഫ് ജെ ഡോട്ട് ഡി എസ് ഞങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇന്റഗ്രൽ ഫോം ആയി കിട്ടും. അപ്പോൾ രണ്ട് ഭാഗത്തും ഇന്റഗ്രൽ ഫോം ആയി. ഓൾറെഡി ഇവിടെ ലെഫ്റ്റ് സൈഡ് ക്ലോസ്ഡ് ലൈൻ ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ എന്നുണ്ട്, അത് അതുപോലെ തന്നെ കീപ്പ് ചെയ്തു. മ്യൂ സീറോ ഓൾസോ ഹിയർ. ദെൻ വി സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഐ എൻക്ലോസ്ഡ്, ദാറ്റ് ഐ എൻക്ലോസ്ഡ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ സർഫസ് ഇന്റഗ്രൽ ഓഫ് ജെ ഡോട്ട് ഡി എസ്. സർഫസ് ഇന്റഗ്രൽ ഓഫ് ജെ ഡോട്ട് ഡി എസ്. ഇതെല്ലാം ഇതാണ് എന്താ പറയുക, വെക്ടറാണ്. സോ വെക്ടർ നൊട്ടേഷൻ കൊടുക്കുക. ഈ ഫോം ആണ് എന്തെന്ന് പറയുന്നത്, ഇന്റഗ്രൽ ഫോം ഓഫ് ആംബിയസ് സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നത്. Once again, the definition of Ampere's circuital law, that is the line integral of magnetic flux density for a closed path is equal to mu 0 times net current enclosed by the path. Then equation, closed line integral of B dot dl is equal to mu 0 I enclosed. Integral form is closed line integral of B dot dl is equal to mu 0 I enclosed ന് പകരം നമ്മൾ എന്ത് കൊടുത്തു, J dot ds. ഇന്റഗ്രൽ J dot ds. ഓക്കെ, ഇത്രയാണ് ഈ ഭാഗം നമുക്കുള്ളത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫാരഡേയ്സ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതും ഇതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഡെഫിനിഷൻ പറയുന്നു, ഇക്വേഷൻ പറയുന്നു, അതിന്റെ ഇന്റഗ്രൽ ഫോം പറയുന്നു. നോ അതർ ആപ്ലിക്കേഷൻ. Then here the Faraday's law of electromagnetic induction is defined as whenever the magnetic flux associated with the circuit changes. Magnetic flux എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഫൈ. എപ്പോഴൊക്കെ ഫൈ ചേഞ്ച് ചെയ്യുന്നുണ്ടോ then അതിന് കറസ്പോണ്ടിങ് ആയിട്ട് an EMF is induced in it. ഇതെല്ലാം നിങ്ങൾ കുഞ്ഞുനാളിൽ പഠിച്ചതാണ്. Whenever the magnetic flux associated with the circuit changes, an EMF is induced in it. ഓക്കെ, അതായത് എപ്പോഴെങ്കിലും ഫ്ലക്സ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ എന്തുണ്ടാവും എന്നാണ് പറയുന്നത്, ഒരു EMF ഉണ്ടാവും എന്ന് പറയുന്നു, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. ദെൻ ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് EMF, ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMFന്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന EMFന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ് അല്ലെങ്കിൽ പ്രപ്പോർഷണൽ ആണ്, d∅dt പ്രപ്പോർഷണൽ ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ദാറ്റ് ഈസ് d∅ അതാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്, മാത്തമാറ്റിക്കലി ഇവിടെ എഴുതിയത്. ഇൻഡ്യൂസ്ഡ് EMFനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എപ്സലൻ എന്ന് പറഞ്ഞ സിമ്പിൾ കൊണ്ടാണ്. അതായത് എപ്സലൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതും, ഇങ്ങനെ എപ്സലൻ എന്ന് പറഞ്ഞ സിമ്പിൾ കൊണ്ടാണ് ഇൻഡ്യൂസ്ഡ് EMFനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ചില ടെക്സ്റ്റിൽ ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ, ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞിട്ട്. ദെൻ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു -d∅dt. മൈനസ് അവിടെ നിൽക്കട്ടെ, നമ്മൾ പറഞ്ഞ ലോ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. Whenever the magnetic flux associated with the circuit changes, an EMF is induced in it. ഇത്രയും ഭാഗം ഫാരഡേയുടെ ഫസ്റ്റ് ലോ ആണ്. നിങ്ങൾക്ക് അങ്ങനെ വേണേൽ രണ്ടായിട്ട് എഴുതാം. ഫാരഡേസ് ഫസ്റ്റ് ലോ അക്കോർഡിംഗ് ടു ഫാരഡേസ് ഫസ്റ്റ് ലോ, whenever the magnetic flux associated with the circuit changes, an EMF is induced in it. Then Faraday's second law, the magnitude of the induced EMF is equal to rate of change of magnetic flux through the circuit. ഇത് സെക്കൻഡ് ലോ. ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഡെഫിനിഷൻ ഒന്നിച്ചു കൊടുക്കാം. അതായത് എവിടെയെങ്കിലും ഫ്ലക്സ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി ആ സർക്യൂട്ടിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ആ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ റേറ്റ് എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷണൽ ആണ്, റേറ്റ് ഓഫ് പ്രൊഡ്യൂസ് ചെയ്യുന്ന EMFന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിന് പ്രപ്പോർഷണൽ ആണ്. Therefore mathematically the equation is induced EMF epsilon is equal to -d∅dt. അപ്പോൾ ഈ മൈനസ് അല്ലാത്തതൊക്കെ നമ്മൾ ഇവിടുന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഈ മൈനസ് എവിടുന്ന് വരുന്നതാണ്, മൈനസ് എന്ന് പറയുന്നത് നമുക്കറിയാം ലെൻസസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നെഗറ്റീവ് സൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലെൻസ് ആണ്. അത് ലെൻസസ് ലോയിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അക്കോർഡിംഗ് ടു ലെൻസസ് ലോ, ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഓപ്പോസസ് ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. ഈ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF ഡിക്രീസ് ചെയ്യും. അതായത് അത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ഒന്നിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്,
പ്രവർത്തിക്കുന്നത്. സോ നെഗറ്റീവ് സൈൻ ഈസ് ഇൻഡിക്കേറ്റ്സ് ദ ലെൻസസ് ഫ്രം ദി ലെൻസസ് ലോ ഓർ ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF that opposes the change in magnetic flux. Opposes the change in magnetic flux. അതായത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു കോയിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് ഈ കോയിൽ. ഓക്കെ, ഈ കോയിൽ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് പാത്താണ്, അല്ലെങ്കിൽ ഇത് കോയിലാണ്, അല്ലെങ്കിൽ ക്ലോസ്ഡ് സർക്യൂട്ട് എന്നോ കോയിൽ എന്നോ ഒക്കെ നമുക്ക് പറയാം. ദെൻ ഇതിൻ്റെ അകത്തോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മാഗ്നറ്റിനെ ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ഇവിടെ ഉണ്ട്. ഇതിലൊരു മാഗ്നറ്റിനെ, നോർത്ത് സൗത്ത് പോലുള്ള ഒരു മാഗ്നറ്റിനെ നമ്മൾ ആദ്യം ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരുന്നു, നേരെ അങ്ങോട്ട് തിരിച്ചും കൊണ്ടുപോകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാസ് ചെയ്യുക. അപ്പോൾ എന്താവും, മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യും, ഫൈ ചേഞ്ച് ചെയ്യും. അങ്ങനെ ഫൈ ചേഞ്ച് ചെയ്താൽ ഈ സർക്യൂട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMF ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ EMF എന്തിന് പ്രപ്പോർഷണലാണെന്ന് പറഞ്ഞു. EMF എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷണലാണ്, d∅/dt പ്രപ്പോർഷണൽ, ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. അതിന്റെ സൈൻ നെഗറ്റീവ് ആണെന്നും കൂടെയാണ് ഈ ഒരു രണ്ട് ലോയും കൂടെ പറയണത്. ആക്ച്വലി അപ്പം ഫാരഡേസ് ലോ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത് തന്നെ ഈ നെഗറ്റീവ് സിമ്പലോട് കൂടെയാണ്. ആക്ച്വലി നെഗറ്റീവ് സിമ്പൽ കൊടുത്തത് ലെൻസാണ്. Okay, therefore we have then equation epsilon is equal to minus d∅/dt. This is the induced EMF. Then that is equal to rate of change, negative rate of change of phi, negative rate of change of phi with respect to time. Then this is the differential form. നമ്മൾ നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യുക, ഇതിന്റെ ഇന്റഗ്രൽ ഫോമിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്റഗ്രൽ ഫോം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഐ കൺസിഡർ എ ക്ലോസ്ഡ് കണ്ടക്ടർ. ഒരു ക്ലോസ്ഡ് കണ്ടക്ടർ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ആ ക്ലോസ്ഡ് കണ്ടക്ടർ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു വേരിയും മാഗ്നറ്റിക് ഫീൽഡിലാണ്. ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ വാരിയും മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുപോയിട്ടാണ് ക്ലോസ്ഡ് കണ്ടക്ടറിനെ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇവിടെ ബി എന്ന് പറയുന്നത് വാരിയിങ് ആണ്, നോട്ട് എ കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തുണ്ടാവുള്ളൂ, ഫ്ലക്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ, then നമുക്കറിയാം അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ വി ഹാവ് എൻ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് d∅/dt. ഓൾറെഡി നമ്മൾ പറഞ്ഞത് എവിടെ നിന്ന് വന്നാണ്, അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ. അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ വി ഹാവ് എൻ ഇക്വേഷൻ എപ്സിലോൺ ഈസ് ഈക്വൽ ടു മൈനസ് d∅/dt. സപ്പോസ് ദാറ്റ് ഇക്വേഷൻ ഈസ് ഇക്വേഷൻ നമ്പർ 1 and we go to what is meant by EMF. This E is equal, epsilon is equal to EMF. EMF, the full form is electromotive force. But then what is its definition? Definition is this one, that is work done to move a unit positive charge in a closed path. EMF എന്ന് പറയുന്നത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള വർക്ക് ഡൺ? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു ക്ലോസ്ഡ് പാത്തിലൂടെ മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഡൺ ആണ് എന്ത് പറയുന്നത്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് +1 കൂളംബ് ഉള്ള ഒരു ചാർജിനെ, യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എന്ത് ചെയ്യുക, ഈ ക്ലോസ്ഡ് പാത്തിലൂടെ ഇങ്ങനെ കൊണ്ടുപോകാൻ ആവശ്യമായ വർക്ക് എത്രയാണോ, ദാറ്റ് വർക്ക് ഈസ് കോൾഡ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ദാറ്റ് ഈസ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഈസ് ദ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇൻ എ ക്ലോസ്ഡ് പാത്ത്. നമുക്കറിയാം, നമ്മൾ കുറേ ഈ ഒരു പാട്ടൊന്നും ഇതിൽ എക്സ്ട്രാ ആണ്, ശ്രദ്ധിക്കുക അവിടെ. ദെൻ ഇവിടെ എന്താ പറയുക, നമുക്ക് അറിയാവുന്ന ഇക്വേഷനാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ദെൻ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ചാർജ് ഈസ് ഈക്വൽ ടു F/Q എന്ന് പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ F is equal to QE എന്നുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ദെൻ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ചാർജ് +1 കൂളംബ് ആണല്ലോ, അതുകൊണ്ട് Q is equal to 1. If Q is equal to 1, what happened? This equation F is equal to E. F and E are equal. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, വർക്ക് ഡൺ കൺസിഡർ ചെയ്യാണ്. വർക്ക് ഡൺ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പാത്തിൽ ഒരു കുഞ്ഞ് ലെങ്ത് എടുക്കുകയാണ്. ആ കുഞ്ഞ് ലെങ്ത്തിന് നമ്മൾ DL എന്ന് റെപ്രസെന്റ് ചെയ്യാണ്, ഒരു കുഞ്ഞ് ലെങ്ത് DL. അപ്പം ഇനി എന്താ പറയണത്, വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇൻ എ ക്ലോസ്ഡ് പാത്ത് എന്നല്ലേ. ഞാൻ എന്താണ്, ഈ ഒരു ചെറിയ ലെങ്ത്തിലൂടെ നമ്മളുടെ ഈ 1 കൂളംബ് ചാർജ് മൂവ് ചെയ്യാനുള്ള വർക്ക് എന്താന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ വർക്ക് ഡൺ നിങ്ങൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു വളരെ സിമ്പിൾ ആയിട്ടുള്ള F.S എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് F.ds ആണ് ശരി, അല്ല F.S ആണ്. രണ്ടും ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഡിസ്റ്റൻസ് അല്ല. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ കുഞ്ഞു ലെങ്ത്തിലൂടെ 1 കൂളംബ് ചാർജിന് മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, dW ആയിരിക്കും. ചെറിയ വർക്കാണ്, ചെറിയ ലെങ്ത്തിലൂടെ പാസ് ചെയ്യാൻ ആവശ്യമായ വർക്ക് ചെറിയ വർക്ക്. ഫോർ വർക്ക് ഡൺ dW ഈസ് ഈക്വൽ ടു എന്തായി, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് DL ആണ്. സോ F. എന്തായി, F.dl ആയി. മനസ്സിലായല്ലോ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് F.dl. ആ എഫ് എന്താ നമ്മളിവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, വെൻ Q is equal to 1, F is equal to ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് E അല്ലെ. F is equal to E. Therefore F എന്തായിട്ട് റീപ്ലേസ് ചെയ്യുക, E ആയിട്ട് റീപ്ലേസ് ചെയ്യുക. dW is equal to, we get an equation E.dl. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കുഞ്ഞു ലെങ്ത്തിലുള്ള വർക്ക് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. നമുക്ക് എന്താ വേണ്ടത്, ഈ ഫുൾ പാത്തിലൂടെയുള്ള വർക്ക് കാണണം. എന്ത് ചെയ്യുക, ആ
DWനെ എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇൻ എ ക്ലോസ്ഡ് പാത്ത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. Therefore W is equal to ടോട്ടൽ ഇൻ്റഗ്രൽ E.dl. DL അല്ലേ, ശ്രദ്ധിക്കുക എന്ത് ഇൻ്റഗ്രൽ ആയിരിക്കും ഇവിടെ ചെയ്യേണ്ടി വരിക, ലൈൻ ഇൻ്റഗ്രൽ ആണ്. സോ വി യൂസ് L here. Therefore work done is equal to line integral of E.dl എന്ന് കിട്ടിയല്ലോ. ഈ വർക്ക് ഡൺ എന്താണെന്ന് നമ്മൾ പറഞ്ഞത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിന്റെ ഡെഫിനിഷൻ ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഈ വർക്ക് ഡൺ എന്ത് തന്നെയാണ്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലേ, EMF അല്ലേ. Therefore EMF നമുക്ക് എന്ത് കിട്ടി, ഒരു പുതിയൊരു ഇക്വേഷൻ കിട്ടിയില്ലേ, ലൈൻ ഇന്റഗ്രൽ ഓഫ് E.dl എന്ന് കിട്ടിയില്ലേ. ഓക്കെ, ദെൻ അത് നമ്മൾ എന്ത് ചെയ്യാണ്, അതാണ് ഇവിടെ ഞാൻ എഴുതിയത്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിന് അനദർ ഇക്വേഷനാണ് ഈക്വൽ ടു ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ്, ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ആക്ച്വലി നമ്മൾ പാത്തതാണ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ കൊടുക്കാം. ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് E.dl, ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഫ്രം ഫാരഡേസ് ലോ, സെക്കൻഡ് ഇക്വേഷൻ ഫ്രം ദ ഡെഫിനിഷൻ ഓഫ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ദെൻ നമ്മൾ ഓൾറെഡി ഫ്ലക്സ് ഡെൻസിറ്റി ഡെഫിനിഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ഇന്റഗ്രൽ ഫോം അല്ലേ, ദാറ്റ് ഈസ് ഫൈ ഈസ് ഈക്വൽ ടു, ഓൾറെഡി മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഫൈ ഈസ് ഈക്വൽ ടു B.ds അല്ലെ, B.ds. ശ്രദ്ധിക്കുക, B.ds ആണെങ്കിൽ ഏത് ഇന്റഗ്രലാണ്, സർഫസ് ഇന്റഗ്രൽ. ds എന്ന് പറയുന്നത് സർഫസ് ഇന്റഗ്രൽ. Therefore we use S here. Therefore magnetic flux not density, magnetic flux density phi is equal to magnetic flux density phi is equal to surface integral of B.ds. അപ്പോൾ ഫ്ലക്സിന് എന്ത് കിട്ടി, സർഫസ് ഇൻ്റഗ്രൽ ഓഫ് B.ds എന്ന് ഓൾറെഡി നമ്മൾ എടുത്തൊരു ഡെഫിനിഷൻ ഉണ്ട്. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 3 കൊടുത്തു. അപ്പോൾ നമുക്ക് 3 ഇക്വേഷൻ ഇവിടെ ഉണ്ട്. നമ്മളുടെ ഫൈനൽ ആംബിയർ സർക്യൂട്ടൽ ലോന്റെ ഇക്വേഷൻ ഇതാണ്, സോറി ഫാരഡേസ് ലോന്റെ ഇക്വേഷൻ ഇതാണ്, E is equal to -d∅/dt. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ ഈക്ക് എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, റൈറ്റ് സൈഡിലെ ഫൈക്ക് ഇക്വേഷൻ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ ഇക്ക് ഇക്വേഷൻ 2 ലൈൻ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് E.dl എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റൈറ്റ് സൈഡിലെ ഫൈക്ക് നമ്മൾ എന്തും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഈ സർഫസ് ഇൻ്റഗ്രൽ ഓഫ് B.ds എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ 1 എങ്ങനെ മാറും, ഇക്വേഷൻ 1 എന്ന് പറയുന്നത് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ, ഈ എപ്സിലന് പകരം നമ്മൾ ഇതാണ് കൊടുക്കുന്നത്, E.dl. ലെഫ്റ്റ് സൈഡ് ഓക്കെ, റൈറ്റ് സൈഡിൽ എന്തുണ്ട്, നെഗറ്റീവ് സൈൻ ഉണ്ട്, അത് അവിടെ തന്നെ ഉണ്ട്. d/dt ഉണ്ട്, ആ d/dt ഹിയർ അതും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്, ഫൈ ആണ്. ഫൈക്ക് നിങ്ങൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഫൈക്ക് നിങ്ങൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സർഫസ് ഇൻ്റഗ്രൽ B.ds എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സർഫസ് ഇൻ്റഗ്രൽ B.ds എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഇക്വേഷനെ നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റഗ്രൽ ഫോം ഓഫ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഫാരഡേസ് ഇക്വേഷന്റെ ഇൻ്റഗ്രൽ ഫോമാണിത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഈ എപ്സിലോൺ ഇസ് ഈക്വൽ ടു -d∅/dt എന്ന് പറയുന്നത് അതിന്റെ ഡിഫറൻഷ്യൽ ഫോമാണ്. ഇതെന്ന് പറയുന്നത് ഇന്റഗ്രൽ ഫോമാണ്. എന്താ ഇന്റഗ്രൽ ഫോം എങ്ങനെയാ, ക്ലോസ്ഡ് ലൈൻ ഇന്റഗ്രൽ ഓഫ് E.dl is equal to -d∅/dt surface integral of B.ds. Okay, I stop here.